ഞങ്ങളുടെ കുടുംബത്തിലൊരു കുഞ്ഞതിഥി ഉണ്ടായിട്ട് കുറച്ച് മാസങ്ങളായി കേട്ടോ. അപ്പൊ ആ കുഞ്ഞതിഥീനെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ കുഞ്ഞതിഥീനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഞാനും അമ്മയും പിള്ളേരും കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. ബീച്ച് ടൗണിൽ എത്തിക്കോളും. അപ്പോൾ അച്ഛനൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ വസു ഭയങ്കര പോഷലാണ് കേട്ടോ. പാൻറ്റൊക്കെ ഇട്ട സൗന്ദര്യത്തിലാണ് ഓനിങ്ങനെ എല്ലാവരോടും യാത്ര പറയുന്നത്. ഓനിങ്ങനത്തെ ഫാഷനായിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് മേലെ എത്തിയാലേ ഓട്ടോ കിട്ടുള്ളൂ. കുറച്ചു നേരം നമ്മൾ താഴെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി, കിട്ടിയില്ല. ഈ ഒരു കയറ്റം കയറാനാണ് കേട്ടോ നമുക്ക് കുറച്ച് പാട്. അല്ലാണ്ട് നമുക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വേഗം ടൗണിലേക്ക് എത്തും. അങ്ങനെ ഞങ്ങൾ പിള്ളേരെയും വലിച്ചിങ്ങനെ മേലെ എത്തി. മേലെ എത്തുമ്പോൾ അതാ ഞങ്ങളുടെ ആ വഴിയിൽ ഒരു ഓട്ടോ വരുന്നു. ഞങ്ങൾ പറയാണ് ഇവൻ ഇതെവിടെ നിന്നാണാവോ വരുന്നേന്നുള്ളത്. കാരണം ആ കയറ്റം മുഴുവൻ കയറിയപ്പോഴാണ് ഈ ചേട്ടൻ വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ട്. ഇപ്പോൾ സ്റ്റാൻഡിലൊക്കെ ഭയങ്കര തിരക്കാണല്ലോ. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ പൊടിയും ബ്ലോക്കും ഒന്നും പറയണ്ട. വടകര എത്തിപ്പെട്ടാൽ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ പുതിയ സ്റ്റാൻഡിലെത്തി. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പുതിയ സ്റ്റാൻഡിൽ ഇങ്ങനെ ബീച്ചിനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നപ്പോഴത്തേക്കും സാൻവിക്ക് വിശപ്പിന്റെ വെല്ലുവിളി വന്നു. ഓക്ക് പിന്നെ അങ്ങനെയാണല്ലോ ലേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഞാനതിനിങ്ങനെ ചീത്ത പറയുന്നതാണ് കേട്ടോ, ഇതൊന്നും അധികം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴേ വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഓക്ക് വാങ്ങിച്ചാൽ ഓനും അത് കിട്ടണം. അങ്ങനെ രണ്ടാൾക്കും അത് പൊളിച്ചു കൊടുത്ത്. എനിക്കിഷ്ടമല്ല ഇതിങ്ങനെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ തിന്നത്. കാരണം മുഖത്തൊക്കെ ഒട്ടാകെ ആക്കും ഇതിങ്ങനെ. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ സ്റ്റാൻഡിൽ കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്ക് ബീച്ച് വന്ന്. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറിയിൽ എപ്പോഴും പറയുന്നത് പോലെ ഓര കുട്ടി എൻ്റെ അടുത്തും എൻ്റെ കുട്ടി ഓരടുത്തും അങ്ങനെയാണ് കേട്ടോ. അതെന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. വേഗം എൻ്റെ അടുത്താണ് വന്നിരിക്കുക. സാൻവി വേഗം അമ്മേനെയാണ് വിളിക്കുക. അങ്ങനെ ബസ് പുറപ്പെട്ട്. ഭയങ്കര ചൂടുണ്ടായിരുന്നേ. എത്തിയിട്ടും എത്താത്തതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ബസ്സിൽ ഒന്നാമത് ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ. ഇപ്പോൾ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ വിചാരിച്ച സ്ഥലം അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. ബോറടിച്ച് പണ്ടാരടങ്ങുന്നുണ്ട്. ചൂടെടുത്തിട്ട് ആകെ പ്രശ്നമാവുന്നുണ്ട്. ബസ്സൂനാണെങ്കിൽ നല്ല ഹാരം. കാരണം ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ കുറവാണല്ലോ. നമുക്കങ്ങനെ പോകേണ്ട സ്ഥലങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്നതും കുറവാണ്. അപ്പം കുറച്ചു നേരം എൻ്റെ അടുത്ത് നിന്ന് പിന്നെ നേരെ വേഗം ബീച്ചിൻ്റെ അടുത്തേക്ക് തുള്ളിയേ. അങ്ങനെ കുറച്ചു നേരം ഓൻ അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് ഞാനും വികി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ചൂടെടുത്തിട്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ കേട്ടോ. ബസ്സിലെ കാറ്റുണ്ടെങ്കിലും അതൊന്നും നമ്മളുടെ ശരീരത്തിന് അങ്ങോട്ട് ഏശാത്തതുപോലെയുണ്ട്. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലം എത്തി. അപ്പം നമുക്ക് നമ്മളുടെ ഒരു കുഞ്ഞുവാവേനെയാണ് കാണാൻ പോവേണ്ടത്. അതായത് നമ്മളുടെ അമ്മുവിൻ്റെ കുട്ടീനെ, അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ അമ്മുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഏകദേശം കുഞ്ഞിപ്പള്ളി അവിടെ ഒന്നും എത്തണ്ട. കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല. അവിടെ എങ്ങനെയാണ് സ്ഥലം വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇപ്പോൾ ഹൈവേക്ക് ഇങ്ങനെ ആയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലേറെ അപകടമുണ്ട്. അങ്ങനെ അത് നമ്മൾ വീട് എത്തി. അവിടെ എത്തുവാണ്. അപ്പോൾ നമ്മളുടെ ബാക്കിൽ തന്നെ നമ്മളുടെ മോളീച്ചിയും അഞ്ചും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ എത്തുന്നവരെ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളത് ആ വീട്ടിലേക്ക് എത്താണ്. കുട്ടിക്ക് ഏകദേശം ഒരു 3 മാസത്തോളമായി കേട്ടോ. നമ്മൾ വരാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഇതാണ് അമ്മുവിൻ്റെ വീട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കുഞ്ഞു വാവ ഉറങ്ങായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. പിന്നെ നമ്മളുടെ കലപില സൗണ്ടൊക്കെ കേട്ടപ്പോൾ കുഞ്ഞെണീറ്റ് കേട്ടോ. അപ്പോൾ വസുവിനെ എടുത്തതിന് ശേഷം ഞാൻ ഇത്ര ചെറിയൊരു കുഞ്ഞിനെ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ ലേശം പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവരൊക്കെ എടുക്കുന്ന കുറച്ച് നേരം എടുത്തിങ്ങനെ കാണുമ്പോൾ നല്ല സുഖമാണ്. പക്ഷേ ആസിഫ് അലി പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കുട്ടീനെ കളിപ്പിക്കാൻ നല്ല സുഖമാണ്. സ്വന്തമായിട്ട് ഉണ്ടാവുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ, അത് പരമാർത്ഥമാണ് കേട്ടോ. മറ്റുള്ള കുട്ടികളൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു കുട്ടി വേണം എന്നൊക്കെ തോന്നുന്നത്. പക്ഷേ കുട്ടി ഉണ്ടായാലേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അമ്മു കുഞ്ഞിനെ ഉറക്കുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ കുട്ടി എണീറ്റു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കിടന്ന് അവള് ഉറങ്ങിപ്പോയി കേട്ടോ. ലിയാരാന്നാണ് കേട്ടോ മോളുടെ പേര് വരുന്നത്. അപ്പോൾ ഇത് മിത്താലിയാണ്, അവളുടെ ചേച്ചിയാണ്. ഓള് പിന്നെ എപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം കട്ടൻ്റെ ഉള്ളിൽ ഒളിക്കും. ഓളൊരു സ്ഥിരം സ്വഭാവമാണത്. നമ്മളൊന്ന് സ്റ്റൈലാക്കുന്നതാണ്. അങ്ങനെ മിത്താലിയും സാൻവിയും കൂടെ കുറേ നേരം അവിടെ നിന്ന് കളിച്ച് ഞങ്ങൾ കുറേ നേരം കുട്ടീൻ്റെ അടുത്ത് കുറച്ചു നേരം കളിച്ച് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അത്രയും നേരം നമ്മൾ അവിടെ ഇരുന്നുള്ളൂ. കാരണം അമ്മ അന്ന് അമ്മേൻ്റെ അനിയത്തീൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ അടുത്ത് തന്നെയാണ് കേട്ടോ വീട് വരുന്നത്. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് മാക്കൂലേക്ക് പോവും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വസുവിനെ എടുത്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ചെറിയൊരു കുട്ടീനെ എടുക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ കുട്ടികളെ പിന്നെ കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യം എനിക്കൊരു പേടിയുണ്ട്. പിന്നെ ഓള് നല്ല സുസ്ഥമായിട്ട് എൻ്റെ കയ്യിൽ അങ്ങോട്ട് ഉറങ്ങി കേട്ടോ.
അപ്പം ഞാനെടുത്തു, ബബീച്ചി എടുത്തു, അമ്മ എടുത്തു, അങ്ങനെ ഓരോരുത്തരായിട്ട് ഓളെ മാറി മാറി ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ വളർന്നു വരുന്നൊരു കുട്ടിയാണിത്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു കേട്ടോ. പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പിള്ളേരെയും കൊണ്ട് ബസ്സിൽ വരുന്നതല്ലേ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് തലശ്ശേരി ബസ്സിൻ്റെ സ്പീഡൊക്കെ അറിയാലോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം.